പ്രിയമുള്ളവരെ, കരുണയുടെ തിരുനാളിന് ശേഷം ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന ആഹ്വാനം സ്വീകരിച്ച ശിഷ്യന്മാർ പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. പഴയ ജീവിതശൈലിയിലേക്ക് പോകുവാൻ ആഗ്രഹിച്ച പത്രോസിനെയും അവൻ്റെ കൂടെ കൂടുവാൻ ആഗ്രഹിച്ച മറ്റ് ശിഷ്യന്മാരെയുമാണ് കാണുവാൻ കഴിയുക. 7ഓളം ശിഷ്യന്മാർ ഞങ്ങളും വരുന്നു എന്ന് പറയുമ്പോൾ കർത്താവിനെ എല്ലാവരും ഉപേക്ഷിച്ചു എന്നർത്ഥം. ഞാൻ ഉപേക്ഷിക്കുകയോ തള്ളിക്കളയില്ല, എൻ്റെ സ്നേഹം അചഞ്ചലമാണെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ മക്കളാണ്. ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞ പത്രോസും കൂട്ടരുമാണ് പഴയ മാർഗമായ മീൻ പിടിക്കാൻ പോകും. ഒരു ചെറുമീൻ പോലും കിട്ടാത്ത അവസ്ഥയിൽ കർത്താവ് വള്ളം നിറച്ച് മീൻ കൊടുത്തത് കണ്ട് അത്ഭുതപ്പെട്ടു പോയ പത്രോസും കൂട്ടരും അവൻ വിളിച്ചപ്പോൾ തന്നെ അവനെ അനുഗമിക്കുവാൻ തയ്യാറായി. ഉത്ഥാനത്തിന് ശേഷം ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിച്ച് നാം ഓരോരുത്തരും സന്തോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെട്ടുപോയ പത്രോസിനെയും കൂട്ടരെയും സുബോധത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതായി കാണുവാൻ കഴിയും. അവർക്ക് വേണ്ടി പ്രാതലൊഴുക്കി കാത്തിരിക്കുന്ന കർത്താവ് ഒരു മീൻ പോലും കിട്ടാതെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ അവരുടെ അരികിലേക്ക് വീണ്ടും വള്ളം നിറച്ച് മീൻ കൊടുക്കുമ്പോൾ 153 വലിയ മത്സ്യങ്ങൾ കിട്ടിയെന്നാണ് പറയുന്നത്. അവരെ പുതിയൊരു ദൗത്യമേൽപ്പിക്കുകയാണ്. സഭയുടെ നെറ്റ് അവരുടെ കയ്യിൽ കൊടുക്കുന്നു. അത് നിറച്ച് വിശ്വാസികളുടെ സമൂഹത്തെ കൂട്ടുവാൻ, ജാതിയോ വർഗമോ വർണ്ണമോ കൂടാതെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി മുന്നോട്ട് പോകാൻ, കാലിടറിപ്പോകാതെ ജീവിക്കുവാൻ, അവരെ തള്ളിക്കളയാതെ പുതിയ സ്നേഹത്തിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടുപോകും. പലപ്പോഴും നമ്മളും ഇതുപോലെയാണ്. ഒന്നും കിട്ടാതെ വരുമ്പോൾ നിരാശരാകുന്നു. പ്രതീക്ഷിച്ച പോലെ സംഭവിക്കാതെ വരുമ്പോൾ കൂടെയുള്ളവരെ തള്ളിക്കളഞ്ഞു കൊണ്ടുപോകുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടുപോകും. പത്രോസിനെ വീണ്ടും കർത്താവ് വിളിക്കുമ്പോൾ സെൻഹെദ്രിൻ സംഘത്തിൻ്റെ മുമ്പിൽ പതറിപ്പോയ പത്രോസ് പെന്തക്കോസ്തായ്ക്ക് ശേഷം ഒരു പതറലും കൂടാതെ യഹൂദ പ്രമാണികളുടെ മുമ്പിലും അതുപോലെ തന്നെ മുഖ്യപുരോഹിതന്മാരുടെ മുമ്പിലും ജനക്കൂട്ടത്തിൻ്റെ മുമ്പിലും ധൈര്യപൂർവ്വം പ്രഘോഷിക്കുന്നതായി കാണാം. ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമെന്ന് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കും. യേശുനാമത്തിൽ പഠിപ്പിക്കരുതെന്ന് പറയുമ്പോൾ പെന്തക്കോസ്തായ്ക്ക് ശേഷം പത്രോസ് ധൈര്യപൂർവ്വം ചോദിക്കുന്നുണ്ട്, പിന്നെ ആരുടെ നാമത്തിലാണ് ഞങ്ങൾ പഠിപ്പിക്കേണ്ടത്? ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതും കണ്ടതുമായ സത്യം വിളിച്ചു പറയാതിരിക്കാൻ സാധ്യമല്ല. നിങ്ങൾക്കൊന്ന അവൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞു അവൻ ഉത്ഥാനം ചെയ്തിരിക്കുന്നുവെന്ന്. ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുവാൻ ഉള്ള ദൗത്യമേറ്റെടുത്ത പത്രോസ് സമ്പൂർണമായിട്ടും ക്രിസ്തു സ്നേഹത്തിലേക്ക് തിരികെ വരുന്നത്, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം അറിയുന്നുവെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടാണ്. മുമ്പേ പോകുന്ന നേതാക്കൾക്ക് കാലിടറിയാൽ പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമുണ്ട്, അണികളും ചിതറി ഓടപ്പെടും. പത്രോസ് മീൻ പിടിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ കൂടെ ശിഷ്യന്മാരും ചെല്ലുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളെ നോക്കി നടക്കുന്ന നിരവധി പേരുണ്ടാകാം. നമ്മളെ ഏൽപ്പിച്ച കുടുംബവും നമ്മുടെ മക്കളും ഉണ്ടാകാം. നമ്മളിടറിയാൽ കുടുംബം മുഴുവനും ഇടറിപ്പോകുമെന്ന് നമ്മൾ ഓർക്കണമെന്ന് ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കാം. ആ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്താതെ നമ്മുടെ വഴികളിൽ കാലിടറാതെ വഴിതെറ്റിപ്പോവാതെ ജീവിക്കുവാൻ കഴിയണം. പണവും ആരോഗ്യവും സമ്പത്തും എന്നും നിലനിൽക്കുന്നതല്ലെന്ന് നാം ഓരോരുത്തരും ഓർക്കണം. അതൊക്കെ വട്ടപൂജ്യമായി മാറുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് കർത്താവ് ഒരുക്കുന്ന ഓരോ വിരുന്നും കഴിക്കുവാൻ നമുക്ക് കഴിയണം. പ്രാതലൊരുക്കി ഞാൻ കാത്തിരിക്കുന്നു നിൻ്റെ വരവിനായി. നീ വിരുന്നനുഭവിച്ചാൽ എൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുമെന്ന കർത്താവിൻ്റെ തിരുവചനങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ ഞായറാഴ്ച ഭക്തിപൂർവ്വം ആചരിക്കാം.